അമേരിക്കൻ മണ്ണിൽ ഇറാൻ പതാക വിരിച്ചപ്പോൾ ഇറാനുമായുള്ള യുദ്ധം അമേരിക്ക തന്നെ അവസാനിപ്പിച്ചു. എന്നാൽ ഇതേ സമയത്ത് നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയുടെ വില കുറഞ്ഞ രാഷ്ട്രീയ കളി നന്നായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഫിഫ പ്രസിഡന്റിന്റെ വക ഡൊണാൾഡ് ട്രംപിന് ഒരു സമ്മാനം കൊടുത്തതോർക്കുക. Mr. President, this is your prize. This is your peace prize. There is also a beautiful medal for you that you can wear everywhere you want to go. Right now. Okay, let me hold. Fantastic. Excellent. വാസ്തവത്തിൽ വേൾഡ് കപ്പിന്റെ പേരിൽ ഫിഫ പ്രസിഡന്റ് ഇൻഫന്റിനോ നൽകിയ ആ കപ്പിനെ വാർ കപ്പ് എന്ന് വിളിക്കണം. രാജ്യങ്ങളുടെ സഹവർത്തിത്വത്തിൻ്റെ, സ്പോർട്സ് സ്പിരിറ്റിൻ്റെ, സമാധാനത്തിൻ്റെ കൂടി ചിഹ്നമായ ലോക ഫുട്ബോളിനെ സമാധാന സമ്മാനം, പീസ് പ്രൈസ് എന്ന് പേരിട്ട അശ്ലീലം കൊണ്ട് മലിനമാക്കരുതായിരുന്നു. ഇറാനെതിരെ അനാവശ്യമായി ആക്രമണം നടത്തിക്കഴിഞ്ഞിരുന്നു ട്രംപ്. ഒരു യുദ്ധത്തിന് തന്നെ കോപ്പ് കൂട്ടുകയായിരുന്നു അന്ന്. നെറികേട് അവിടെ തീർന്നില്ല. ടൂർണമെന്റിലേക്ക് ഇറാൻ ടീമിനും കളിക്കാർക്കും ടിക്കറ്റും വിസയും കൊടുക്കാൻ മടിച്ചു ട്രംപ്. പിന്നെ കളി തുടങ്ങിയപ്പോഴോ ലോസ് ആഞ്ചലസിലെ ആദ്യ മത്സരം കഴിഞ്ഞ ഉടനെ വിശ്രമിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇറാൻ ടീമിനോട് സ്ഥലം വിടാൻ കൽപ്പിച്ചു. പക്ഷെ കളിക്കാൻ ഇറങ്ങിയ ഇറാൻ ടീമിനെ സ്റ്റേഡിയം വരവേറ്റ രീതി അമേരിക്കയോടുള്ള രോഷപ്രകടനം കൂടിയായിരുന്നു. അമേരിക്കൻ മണ്ണിൽ ഇറാൻ പതാക വിരിച്ചപ്പോൾ ഇറാൻ ദേശീയ ഗാനത്തിനും ആവേശം നിറഞ്ഞ ആരവം. ട്രംപിന്റെ അമേരിക്ക ശത്രുക്കളാക്കിയ കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ മത്സരത്തിൻ്റെ സഹ ആതിഥേയരായിരിക്കുന്നു. ഒരുപക്ഷേ ഈ ഫുട്ബോൾ മത്സരം ട്രംപിന് കീഴിൽ അമേരിക്ക എത്രത്തോളം ചെറുതായി എന്ന് കൂടി തെളിയിക്കും. ഇറാൻ ടീമിന് നിയന്ത്രണങ്ങൾ. ഇറാഖ് കളിക്കാരനെ മണിക്കൂറുകൾ പിടിച്ചുവെച്ച് ചോദ്യം ചെയ്തു. ഇറാൻ ടീമിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ടിക്കറ്റ് കൊടുത്തില്ലെന്നും ആരോപണം. ഫിഫ പ്രസിഡന്റ് ഇറാൻ ടീമിനെ സന്ദർശിച്ച് ക്ഷമാപണപൂർവ്വം സമാധാനിപ്പിച്ചു. و تو این دو بازی هم که دارین همه رو دور دنیا باعث افتخار خواهیم بود براشون. Thank you for being here. خیلی ممنون که اینجا. It's also a big emotion. I know what you go through. I understand. But you are stronger than everything. ഇതേ ഇൻഫന്റിനോയാണ് ട്രംപിന് സമാധാന സമ്മാനം നൽകിയത് എന്നും ഓർക്കുക. അത് ഒരു കളങ്കമായി എന്നും നിലനിൽക്കും. ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തിനൊപ്പം അമേരിക്കയുടെ അല്പത്വവും കാണുകയാണ് ലോകം.